പീസ് റേഡിയോ എക്സാം ടിപ്സിൻ്റെ ഉറുദു രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ 10ാം ക്ലാസ് ഉറുദു പാഠപുസ്തകത്തിലെ കവിതാ വിഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങളും കവിതകളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ എപ്പിസോഡിൽ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കവിതകളെപ്പോലെ തന്നെ പാഠപുസ്തകത്തിൽ കഥകൾ, അതുപോലെ തന്നെ ചെറുകഥകൾ, കഹാനി, അഫ്സാന ഇതിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കഥകളുടെ രചയിതാക്കൾ ആരാണെന്നും അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണെന്നും അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. കാബുളിവാല രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ലോകപ്രസിദ്ധമായ ചെറുകഥയുടെ ഉറുദു രൂപമാണ് കാബുളിവാല എന്ന രൂപത്തിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രം റഹ്മത്ത് എന്ന കാബൂളിവാലയും അതുപോലെ തന്നെ മുന്നീക്കെ അബ്ബ, മിന്നി, ഈ 3 കഥാപാത്രങ്ങളാണ് ഇതിലെ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കഥയാണ് ഖജരിക്കെ സായേമേ. ഖജരിക്കെ സായേമേ അമൃതാദേവി എന്ന വൃദ്ധയായ സ്ത്രീ ഒരു പ്രദേശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് കഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലെ അഹം കിർദാറുകൾ, പ്രധാനപ്പെട്ട മറ്റു കഥാപാത്രങ്ങൾ രാജ, സിപ്പാഹി, ഗാവ് കെ രഹ്നെ വാലെ, അമൃതാദേവി കി ലഡ്കിയ ഇവരെല്ലാമാണ്. പാഠപുസ്തകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥയാണ് സവാസേർ ഗേഹു. ഉറുദുവിലെ പ്രസിദ്ധനായ കഥാകൃത്ത് പ്രേംചന്ദാണ് സവാസേർ ഗേഹു എന്ന ഈ കഥ എഴുതിയിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ കർഷകനായ ശങ്കർ, മഹാത്മാ, പുരോഹിത് തുടങ്ങിയവരാണ്. പാഠപുസ്തകത്തിലെ മറ്റൊരു പ്രധാന കഥയാണ് അണ്ടാഹെ യാ ദാന. ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയിയാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്. ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് പരിശോധിക്കാം. ബാദ്ഷാ, ചോട്ടേമിയ, ബഡേമിയ ഔർ ദാദാമിയ, ഈ 3 കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. പാഠപുസ്തകത്തിൽ നമ്മൾ ഈ കഥകൾ വായിക്കുമ്പോൾ പ്രധാനമായും ഇത് എഴുതിയത് ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ചോദ്യപേപ്പറിൽ പസന്ദീദ കിർദാർ കെ ബാരേമേ നോട്ട് ലിഖ്ന, ഈ രീതിയിലുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ കഥ വായിക്കുമ്പോഴും നമുക്ക് ഓരോ കഥയിലെയും കഥാപാത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കാബൂളിവാല എന്ന കഥയിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് എഴുതാൻ കഴിയേണ്ടതുണ്ട്. റഹ്മത്തിനെ കുറിച്ച് നമുക്ക് ഏതാനും വാക്യങ്ങൾ എഴുതി നോക്കാം. റഹ്മത്ത് കാബൂൾ കാ രഹ്നെ വാലാ ഹേ, ഓ മോട്ടെ മോട്ടെ കപ്പടെ പെഹന്നെ വാലാ ഹേ, ഓ ബാദാം ഔർ കിഷ്മിഷ് ബേച്ച്നെ വാലാ ഹേ, ഓ മുന്നി കാ ദോസ്ത് ഹേ. അതുപോലെ പാഠപുസ്തകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥയാണ് ഖജരിക്കെ സായേമേ. ഇതിലെ അമൃതാദേവിയെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥയാണ് സവാസേർ ഗേഹു. ശങ്കർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു ലഘു കഥാപാത്ര നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാൻ കുട്ടികൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ശങ്കർ എക്ക് ഗരീബ് കിസാൻ ഹേ, ഓ മെഹനത് കർനെ വാലാ ഹേ, ഓ ഈമാൻദാർ കിസാൻ ഹേ. ഈ രൂപത്തിൽ ശങ്കറിനെ കുറിച്ചൊരു നോട്ട് കുട്ടികൾ തയ്യാറാക്കാൻ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അണ്ടാഹേ യാ ദാനാഹേ എന്ന കഥ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ദാദാമിയെക്കുറിച്ച് നമുക്ക് കുറച്ച് വാക്യങ്ങൾ പരിചയപ്പെട്ടു നോക്കാം. दादामिया 100 साल से ज़्यादा उम्र वाला है, वो तंदुरुस्त है, वो मेहनती आदमी है, वो पैदल चलने वाला है, वो अच्छी तरह सुनने की ताकत रखता है. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളുടെയും പ്രധാന സവിശേഷതകൾ എന്താണെന്ന് കഥ വായിച്ച് മനസ്സിലാക്കി ലഘുകുറിപ്പ് തയ്യാറാക്കിയാൽ ക്യാരക്ടർ സ്കെച്ച് എഴുതുക എന്ന ചോദ്യത്തിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനാവും. കഥകളെപ്പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു നാടകം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഡ്രാമ അക്കൽമത് മച്ചേര എന്നാണ് നാടകത്തിൻ്റെ പേര്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബാദ്ഷാ, മച്ചേര, വസീർ ആസം, ദർബാൻ. ഇതിലെ പ്രധാന കഥാപാത്രമായ
മച്ചേരയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഒരു ലഘു കഥാപാത്ര കുറിപ്പ് തയ്യാറാക്കി പഠിക്കേണ്ടത് ആവശ്യമാണ്. കഥകളും നാടകങ്ങളും പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ് അഫ്സാന നിഗാർ, അതുപോലെ തന്നെ ഡ്രാമ നിഗാർ, കഥാകൃത്തുക്കളുടെയും നാടകരചയിതാക്കളുടെയും പേര്. ഉറുദുവിലെ ഏതാനും പ്രധാനപ്പെട്ട അഫ്സാന നിഗാറുകൾ ആരെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അഫ്സാന നിഗാർ: പ്രേംചന്ദ്, കൃഷൻചന്ദ്, ജീലാനി ബാനു, അലി അബ്ബാസ് ഹുസൈനി. അക്കൽമന്ദ് മച്ചേര എന്ന നാടകം പഠിച്ചതുകൊണ്ട് തന്നെ ഡ്രാമ നിഗാറുകളുടെ പേരുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉറുദുവിലെ പ്രധാനപ്പെട്ട നാടകരചയിതാക്കളാണ് ആഗ ഹഷർ കശ്മീരി, ഇംതിയാസ് അലി താജ്, കൃഷൻചന്ദ് മുതലായവർ. ഉറുദുവിലെ പ്രധാന നാടകകൃത്തുക്കളാണ് ആഗ ഹഷർ കശ്മീരി, കൃഷൻചന്ദ്, ഇംതിയാസ് അലി താജ്. ഈ നാടകകൃത്തുക്കളുടെയും അഫ്സാന നിഗാറുകളുടെയും കഥാകൃത്തുക്കളുടെയും പേര് കുട്ടികൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള മറ്റൊരു ഡിസ്കോഴ്സ് വ്യവഹാര രൂപമാണ് ആപ് ബീത്തി, അതായത് ആത്മകഥ. 10ാം ക്ലാസ്സിലെ നമ്മുടെ പാഠപുസ്തകത്തിൽ മെഹനത്ത് രംഗ് ലായി എന്ന പേരിൽ ലക്ഷ്മിയുടെയും സാജൻ്റെയും കഥ പറയുന്ന ഒരു ആപ് ബീത്തിയുണ്ട്. ഇതിൽ ലക്ഷ്മിയാണ് തൻ്റെ കഥ പറയുന്നത്. ലക്ഷ്മിയുടെ ആപ് ബീത്തി നമ്മളെല്ലാം പഠിച്ചതാണ്. അതുപോലെ ചോദ്യപേപ്പറിൽ നമ്മളെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു മാതൃക നമുക്ക് പരിശോധിക്കാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൻവർ എന്ന കുട്ടി സ്വന്തം ആത്മകഥ അംശമുള്ള ഒരു കുറിപ്പ് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. मैं अनवर हूँ, मैं 10वीं जमात में पढ़ता हूँ, मेरा घर पेरिंदलमन्ना में है, मेरे घर में अब्बा, अम्मी, दादा, दादी, भाई और बहन है. ഈ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് 4-5 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമാകുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളെക്കുറിച്ച് എഴുതാൻ ഒന്ന് പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ആബീത്തി പഠിച്ചപ്പോൾ ആ പാഠത്തിൽ ചോദ്യത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇൻ്റർവ്യൂ കെ ലിയെ സവാലാത്ത് തയ്യാർ കർന. നമ്മുടെ ഡിസ്കോഴ്സ് ആബീത്തി ആണെങ്കിലും ഈ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കാറുള്ളത് കൊണ്ട് ഞാൻ ഏതാനും ചോദ്യമാതൃകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സാജൻ സെ സവാലാത്ത്. നമുക്ക് സാജനോട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഇപ്രകാരം ചോദിക്കാം. IAS വിജയിച്ചു വന്ന സാജനോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്രകാരമായിരിക്കും. ആപ്കോ IAS പാസ് ഹോക്കർ അബ് ക്യാ ലഗ്താ ഹേ. താങ്കൾക്ക് IAS പാസ്സായിട്ട് ഇപ്പോഴെന്താണ് തോന്നുന്നത്? ആപ് IAS അഫ്സർ ബൻകർ ഗരീബോं के लिए क्या करना चाहते हैं. നിങ്ങൾ IAS ഓഫീസർ ആയതിനു ശേഷം പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആപ് ഹം ബച്ചോं से क्या कहना चाहते हैं. താങ്കൾ ഞങ്ങൾ കുട്ടികളോട് എന്തെല്ലാമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ രീതിയിൽ 4-5 ചോദ്യങ്ങൾ തയ്യാറാക്കിയാൽ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന സവാൽനാമ തയ്യാർ കർന എന്ന ഭാഗത്ത് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പാഠപുസ്തകത്തിലെ മെഹനത്ത് രംഗ് ലായി എന്ന പാഠഭാഗത്ത് ലക്ഷ്മിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു പാഠഭാഗങ്ങളിൽ നിന്ന് കിസാനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഗോവിന്ദനെ പോലെയുള്ള കർഷകരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള പല സ്ലോട്ടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികൾ സവാൽനാമ തയ്യാർ കർന ഈ ഭാഗം വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇസ്തിഫാമിയ അൽഫാസ് ക്യാ, കോൻ, കബ്, കഹ, കൈസെ തുടങ്ങിയ ഇസ്തിഫാമിയ അൽഫാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മുടെ ചോദ്യപേപ്പറിൽ സ്ഥിരമായി കാണുന്ന മറ്റൊരു ചോദ്യമാണ് ബയാനിയ തയ്യാർ കർന, അതല്ലെങ്കിൽ നോട്ട് ലിഖ്ന, അതുമല്ലെങ്കിൽ ചന്ദ് ജുംലെ തയ്യാർ കർന. ഈ രീതിയിൽ സ്ഥിരമായി കുറേ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. പാഠപുസ്തകത്തിലെ 5 യൂണിറ്റുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങളെ ആണ് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാറുള്ളത്. പ്രധാനമായും ചോദിക്കാറുള്ള ഏതാനും ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഗാവ് കാ മൻസർ. ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യപേപ്പറിൽ പലപ്പോഴായി ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഗാവ് കാ മൻസർ എഴുതുമ്പോൾ മേരാ ഗാവ് ബഹുത് ഖൂബ്സൂരത് ഹേ, यहाँ के अक्सर लोग किसान हैं, मेरे गांव में खेत, तालाब और
നഹർ ഹൈ, യഹാ കി ആബ് ഹവ സാഫ് ഹൈ. ഇങ്ങനെ നമുക്ക് 4-5 വാക്യങ്ങൾ എഴുതിയാൽ ഗ്രാമത്തെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഷഹർ കാ മൻസർ, ഷഹർ മേ ആബാദി ഹൈ, ഗാഡിയോं की तादाद ज़्यादा है, आब हवा സാഫ് നഹി ഹെ, ആലൂദഗി സെ ബരാ ഹുവാ ഹെ. നേരത്തെ നമ്മൾ ഗ്രാമത്തെക്കുറിച്ച് എഴുതാൻ ഉള്ള സൂചനകളാണ് നൽകിയത്. ഇപ്പോൾ പട്ടണത്തെക്കുറിച്ചുള്ളതും. ഒരുപക്ഷെ പരീക്ഷാ പേപ്പറിൽ ഗ്രാമത്തെയും പട്ടണത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കാനും ചോദ്യങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇവ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. മറ്റൊരു ബയാനിയക്ക് ചോദിക്കുന്ന, വിവരണത്തിന് ചോദിക്കുന്ന ചോദ്യമാണ് കിസാനോ കി മസായിൽ, കർഷകരുടെ പ്രോബ്ലംസ്, കർഷകരുടെ പ്രയാസങ്ങൾ. ആജ്കൽ കിസാനോ को बहुत मुश्किलात का सामना करना पड़ता है, पैदावारों को मुनासिब दाम नहीं मिलती, खेती बाड़ी के लिए अच्छी बीज नहीं मिलती, मौसम की तब्दीलियाँ भी अहम मसला है, खाद की कमी, खेतों की कमी. ഇത്തരം സൂചനകളെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കർഷകരുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിൽ യോഗയെക്കുറിച്ച് മനോഹരമായൊരു പാഠമുണ്ട്. അതിൽ നിന്ന് യോഗ കെ ബാരേമേ एक മുഖ്തസിർ നോട്ട് തയ്യാർ കർണ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനു പറ്റിയ ഏതാനും സൂചനകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. യോഗ ഹിന്ദുസ്ഥാൻ കാ ദേൻ ഹെ, യോഗ ഇന്ത്യയുടെ സംഭാവനയാണ്. യോഗ സെ ജിസ്മ और അൽസായെ ബദൻ മുതവാസൻ ഹോത്തെ ഹെ, യോഗ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും സന്തുലിതമായ അവസ്ഥയിലെത്തുന്നു. യോഗ കൊണ്ട് നമ്മുടെ ശരീരവും ശാരീരിക അവയവങ്ങളും മനസ്സും ഒരു സന്തുലിതമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഹമാരി ദിമാഗി और ജിസ്മാനി സെഹത് കോ ബെഹത്തർ ബനാത്തെ ഹെ, യോഗ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. ദിലി സുക്കൂൻ മിൽത്തെ ഹെ, നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. കൈ ബീമാരിയോ സെ നജാത് പാത്തെ ഹെ, ധാരാളം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം ലഭിക്കുന്നു. എ എക് വർജിഷ് ഹെ, ഇതൊരു എക്സർസൈസാണ്. ഈ രീതിയിലുള്ള സൂചനകൾ ഉപയോഗിച്ച് യോഗയെക്കുറിച്ച് നമുക്ക് നല്ലൊരു കുറിപ്പ് തയ്യാറാക്കാം. അതുപോലെ തന്നെ മെഹനത്ത് മസ്ദൂരിയെക്കുറിച്ചുള്ള ചോദ്യം പരീക്ഷാ പേപ്പറിൽ കാണാറുണ്ട്. दुनिया में मजदूरों को बहुत बड़ी अहमियत है, मेहनत मजदूरी से दुनिया चलती है, दुनिया की तरक्की मेहनत मजदूरी से है, मजदूरों के हाथ के बगैर दुनिया में कोई काम चल नहीं हो सकता. ഇത്തരം സൂചനകൾ ഉപയോഗിച്ച് നമുക്ക് അധ്വാനത്തെക്കുറിച്ച് മനോഹരമായ കുറിപ്പ് തയ്യാറാക്കാനാവും. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് കുറിപ്പുകൾ തയ്യാറാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചോദ്യമാതൃകകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. താരീഖി മക്കാമാത്തുകൾ, നമുക്കറിയാം ദില്ലി, മൈസൂർ, ലക്നൗ, ഹൈദരാബാദ് തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, താരീഖി മക്കാമാത്ത്, ഇതൊന്ന് കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് चंद तारीख़ी इमारतों के नाम लिखिए, अपने किसी पसंदीदा एक तारीख़ी इमारत के बारे में നോട്ട് തയ്യാർ കീജിയെ. താരീഖി ഇമാരത്തുകളുടെ പേര് കുട്ടികളൊന്ന് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. താജ്മഹൽ, കുത്തബ് മിനാർ, ദില്ലി ജാമി മസ്ജിദ്, ലാൽ കില്ല, ഇതെല്ലാം താരീഖി ഇമാരത്തുകളാണ്, ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളാണ്. നമുക്ക് താജ്മഹലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, താജ്മഹലിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാനും സൂചനകൾ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. താജ്മഹൽ ദുനിയാ കെ 7 അജായിബാത്ത് മേ ഏക് ഹെ, മുഗൾ ബാദ്ഷാ ഷാജഹാനെ ബൻവായ. താജ്മഹൽ ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. മുഗൾ രാജാവായ ഷാജഹാനാണ് ഈ മഹാത്ഭുതമായ നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഉസ്കി ബീവി മുംതാസ് കി യാദ് മേ ബൻവായ. ഇത് താജ്മഹൽ തൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മക്കാണ് ഷാജഹാൻ പണി കഴിപ്പിച്ചത്. സഫേ സംഗ്മർമർ സെ ബനായ. ഇത് വെള്ള മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എ പ്യാർ കാ നമൂന ബൻകർ അബ്ബി ജിന്ദാ ഹെ. സ്നേഹത്തിൻ്റെ അടയാളമായി താജ്മഹൽ ഇന്നും നിലനിൽക്കുന്നു. 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്ത പ്രധാന വ്യവഹാര രൂപങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാന ചോദ്യമാതൃകകൾ, ഇവയെല്ലാമാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത്. നന്നായി പഠിച്ച് എല്ലാവർക്കും ഉറുദുവിലെ
A+ തന്നെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഖുദാ ഹാഫിസ്.